ലോകം പശ്ചിമേഷ്യയിലേക്ക് ഉറ്റുനോക്കുകയാണ്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനിയുടെ വിയോഗത്തോടെ ആ രാജ്യം വലിയൊരു മാറ്റത്തിന്റെ പാതയിലാണ്. എന്നാൽ ഈ വലിയ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾക്കിടയിൽ ഇന്ത്യയിലെ ഉത്തർപ്രദേശിലുള്ള ഒരു കൊച്ചു ഗ്രാമം ഇപ്പോൾ ആഗോളതലത്തിൽ ചർച്ചയാവുകയാണ്. ഇറാന്റെ ഭരണകൂടത്തിന് ഇന്ത്യയുമായി, പ്രത്യേകിച്ച് യുപിയിലെ കിന്ദൂർ എന്ന ഗ്രാമവുമായി എന്ത് ബന്ധമാണുള്ളത് നമുക്ക് നോക്കാം. യുപിയിലെ ബരാബങ്കി ജില്ലയിലാണ് കിന്ദൂർ സ്ഥിതി ചെയ്യുന്നത്. ചരിത്രപരമായ ഷിയ പണ്ഡിതന്മാരുടെ കേന്ദ്രമാണിത്. ഇറാന്റെ ഇസ്ലാമിക വിപ്ലവത്തിന്റെ ശില്പിയായ ആയത്തുള്ള റുഹുള്ള മുസാവി ഖൊമേനിയുടെ തറവാട് ഇവിടെയാണ്. ഖൊമേനിയുടെ മുത്തച്ഛൻ സയ്യിദ് അഹമ്മദ് മുസാഫി ജനിച്ചത് ഈ ഗ്രാമത്തിലാണ്. 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ അദ്ദേഹം കിന്ദൂർ വിട്ട് ഇറാഖിലെ നജാഫിലേക്ക് പോയി. പിന്നീട് 1834 ഇറാനിലെ ഖൊമൈൻ നഗരത്തിൽ സ്ഥിര താമസമാക്കി. ഖൊമേനിയുടെ കുടുംബ പേരിനൊപ്പം ഇപ്പോഴും ഹിന്ദി എന്ന പേരുണ്ട്. ഇത് അവരുടെ ഇന്ത്യൻ പാരമ്പര്യത്തിന്റെ അടയാളമാണ്. 1979 ഇറാന്റെ ചരിത്രം മാറ്റിക്കുറിച്ച വിപ്ലവത്തിന്റെ നേതാവാണ് ആയത്തുള്ള ഖൊമേനി. ഇറാനിലെ രാജഭരണം അവസാനിപ്പിച്ച് ഒരു ഇസ്ലാമിക റിപ്പബ്ലിക് അദ്ദേഹം സ്ഥാപിച്ചു. മതപണ്ഡിതന്മാർ ഭരിക്കുന്ന ഒരു പുതിയ സംവിധാനം അദ്ദേഹം കൊണ്ടുവന്നു. ഖൊമേനിയുടെ മരണശേഷം 1989 അലി ഖൊമേനി അധികാരമേൽക്കുന്നത്. ഖൊമേനി പടുതുയർത്തിയ ആ ഭരണകൂടമാണ് ഇത്രയും കാലം ഖമേനി നയിച്ചത്. അടുത്തിടെ നടന്ന US ഇസ്രായേൽ സംയുക്ത ഓപ്പറേഷനിലാണ് അലി ഖമേനി കൊല്ലപ്പെട്ടത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇത് ഇറാനെ വലിയൊരു പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. 88 അംഗമുള്ള അസംബ്ലി ഓഫ് എക്സ്പേർട്സ് ആണ് അടുത്ത നേതാവിനെ കണ്ടെത്തേണ്ടത്. എന്നാൽ ഒരു പിൻഗാമിയെക്കുറിച്ച് ഇതുവരെ വ്യക്തതയില്ല. ഇതിനിടയിൽ ഇറാന്റെ വിപ്ലവ ഗാർഡുകൾക്ക് രാജ്യത്തെ പിടിച്ചു നിർത്താൻ കഴിയുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഭരണമാറ്റത്തിനായി ഇറാനിലെ ജനങ്ങളോട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇറാന്റെയും പശ്ചിമേഷ്യയുടെയും ഭാവി നിർണ്ണയിക്കും. വിദേശ രാജ്യങ്ങളിൽ വലിയ വിപ്ലവങ്ങൾ നടക്കുമ്പോഴും അതിന്റെ വേരുകൾ ഇങ്ങ് ഇന്ത്യയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ വരെ എത്തുന്നു എന്നത് കൗതുകകരമായ വസ്തുതയാണ്.